ശ്രീനിവാസം കഴിഞ്ഞിട്ട് പിന്നെ രാമചേട്ട കഴിക്കണ പ്രാർത്ഥന പ്രാർത്ഥന അത് തമ്പല വന്ന് വിളിച്ചു ഒരു ദിവസം പണിയൊക്കെ നിർത്തിയതപ്പോൾ ശ്രീനിവാസം പോയാൽ പണിക്കൊന്നും പോകില്ല വെച്ചിട്ട് കാൽമുട്ടുവേനായിട്ടാണോ അതിനൊന്ന് ഒഴിവായി പറഞ്ഞാൽ മുട്ടുവേദന കാരണം അതിനൊന്ന് പോകാൻ നമ്മാട്ട് കുത്തിയാൽ ഈ കാലിൽ പോളക്കെട്ട് കുടിക്കിട്ടേ ജീവൻ വേണ്ട വലിച്ചെടുത്താ അത് കാലിന് മുട്ടൊക്കെ ഇളകി പിന്നെ നടക്കാൻ പറ്റാതായി. പിന്നെ അല്ല ചാർജ് എടുത്തിട്ടാണ് അവിടെ നോക്കണം. അങ്ങനെ അങ്ങനെയൊക്കെ കഴിച്ചു. അന്ന് അതിനൊന്നും അറിയില്ല. അമരം പൊക്കില്ല, അമരം നട മടക്കി കയറണം, അമരം പൊക്കില്ല, വാല് കെട്ടില്ല, നടമരം ഒന്നും അറിയില്ല. ആന മാത്രം അറിയാം. പിന്നെ വർഷക്കാലത്ത് അതൊക്കെ ഏറെക്കുറെ അന്ന് ചാലശ്ശേരി ആയതിൻ്റെ കൂടെ. പിന്നെ ഒന്ന് നമ്മുടെ എന്താണ് ഇപ്പം ഗുരുവായൂര മണി എന്നാ പേരാൻ്റെ ഞങ്ങൾ മൂന്നാളായിരുന്നു. അതിന് വേറൊരു പയ്യനായിരുന്നു പഴയ അവൻ പോയി, അവനെന്തോ സൂര്യായിട്ട് പോയി. ജെറ്റിലൊക്കെ ഉണ്ടായിരുന്നു. ജെറ്റൊക്കെ പിന്നെ എസ്കേൽ വന്നിട്ടല്ലേ. പിന്നെ ഞങ്ങൾ മൂന്നാളായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂന്നാളും പഴയ ചട്ടോട്ടൊക്കെ അടിക്കണം കാര്യങ്ങളൊക്കെ. ചാലശ്ശേരി ആയാലും ഞാനും പിന്നെ ഈ മണി കഴുകലും പിടിക്കലും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഒത്തി അമരം പൊക്കലും. അമരം പൊക്കൽ അങ്ങനെ പെരുങ്ങോട് തോട്ടിൽ കാഞ്ഞറുണ്ട്. ആ കാഞ്ഞിൽ കയറിടും, എന്നിട്ട് അമരത്ത് കെട്ടും മെല്ലെ. എന്നിട്ട് മെല്ലെ ഇങ്ങനെ മെല്ലെ പൊക്കും, ഇങ്ങനെ തട്ടും. അപ്പോൾ അങ്ങനെ മടക്കും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം കഴുകി. അപ്പോൾ കഴുകുമ്പോൾ ഒന്നുകൂടി തട്ടും, അപ്പോൾ ഒന്നുകൂടി ശേരം പൊക്കി. അങ്ങനെ പൊക്കിയിട്ട് അമരം കഷ്ടിച്ച് പൊക്കിലടി. പിന്നെ അമരത്ത് കൂടെ കുറേശ്ശെ കയറ്റാണ്, ഇതിൻ്റെ പുറത്തൊക്കെ ചവിട്ടിയിട്ടും കയറ്റ്. അത് കഴിഞ്ഞു. വർഷക്കാലല്ലേ, ഇവരിങ്ങനെ വരും, ആൾക്കാർ വരും, ഇതെന്താ കുട്ടിയാനെ പറഞ്ഞിട്ട് പോകും ആൾക്കാർ. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറയും, ഇന്നത്തെ കാലത്ത് നിങ്ങൾ ആവശ്യപ്പെടും എന്നെ മനസ്സിൽ പറയാറുണ്ട്, അല്ലാണ്ട് അവരോട് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വർഷക്കാലമൊക്കെ തന്നെ ഇവിടെ നിർത്തി. മരിക്കല മറ്റത് നല്ല സൗകര്യമാണ്. അവിടെയാണ് നിർത്താണ്ട് പൊരിച്ചു തന്നെയാണ് ചട്ടവട്ടം. 2 നേരം ആനക്കെ ട്രെയിൻ കൊടുത്ത് പോലിച്ചിട്ടാണ് പഠിപ്പിച്ചത്. ക്യാമ്പിലാണ് കയറ്റി ചിട്ടക്ക്. അത് പോലും അങ്ങോട്ട് തമ്പുരാൻ ഉണ്ടാവില്ല. പിന്നെ എൻ്റെ ഇഷ്ടം പോലല്ലേ, അതിലാണ് നിലവൊക്കെ സെറ്റിലാക്കി. അങ്ങനെ പെരുന്നാളൊക്കെ അങ്ങനെ പടക്കപ്പട പൊട്ടി അവിടെ ഓടുക, അങ്ങനത്തെ സാധനം അതൊക്കെ മാറ്റിയെടുത്ത് പടക്ക പൊട്ടലുമൊക്കെ മാറ്റി നിർത്തി, എല്ലാ കാലവും മാറ്റി. പെരുന്നാളൊക്കെ കുറേശ്ശെ അങ്ങനെ എഴുന്നള്ളിച്ചിട്ട് നിലവൊക്കെ അങ്ങനെ സെറ്റിലാക്കി തുടങ്ങും. അപ്പം എൻ്റെ കണക്കൂട്ടിൽ അടുപ്പുട്ടിപ്പള്ളി പെരുന്നാൾ അവിടെ കാണുള്ളൂ ആൾക്കാർ. ഇപ്പം മറ്റുള്ള പെരുന്നാളൊന്നും വലിയ കാര്യമില്ല. അടുപ്പുട്ടിപ്പള്ളി പെരുന്നാളിൽ വരുമ്പോഴേക്കാണ് സെറ്റാവണം എന്നെ മനസ്സിലുണ്ടാവണം. സെറ്റാവണം എന്നുള്ള മനസ്സിൽ കണക്കൂട്ടിയാണ് നടന്നിരുന്നു ഞാൻ. അവിടെയാണ് ജനങ്ങൾ കൂടുന്ന സ്ഥലം. പള്ളി പെരുന്നാൾ ഒരു പൂരത്തിനെക്കാട്ടിലും ജനങ്ങൾ കൂടുന്ന സ്ഥലമാണ് അടുപ്പുട്ടിപ്പള്ളി പെരുന്നാൾ. അവിടുന്ന് വീണാണെങ്കിൽ പാർത്തുന്നുള്ള പേര്, അടുപ്പുട്ടിപ്പള്ളിയിൽ നിന്ന് വീണു. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പാർത്തും തന്നെ. പിന്നെ പാറക്കാടിയിൽ നിന്ന് പേരാങ്ങലാനെ എഴുതുള്ളൂ. ഇപ്പം ഞാൻ വലത്തേക്ക് കൂട്ടും, പട്ടത്താനെ ഇടത്തേക്ക് കൂട്ടും. അങ്ങനെ നടന്ന് വരുമ്പോൾ പേരാങ്ങല അങ്ങനെ കവർ ചെയ്തിട്ട് നടന്ന് വരുന്നു. പക്ഷേ ഈ 2 ആന താഴത്തോടുകൂടെ പോകാനുള്ള ആനേ ഉള്ളൂ. പക്ഷെ നടന്ന് വരുമ്പോൾ പറ്റുന്ന തലതല്ല, ഇതിനും തല പൊന്തിട്ടായിരുന്നേ. ഞാൻ ഇടത്തെ കൊമ്പനെ പിടിച്ചിനെ വരുമ്പോൾ ഏതപ്പോൾ ഇങ്ങനെ ആന വരുന്നത് അങ്ങനെ നടന്നത് വരുമ്പോഴേ ഞാൻ എൻ്റെ ചാടി അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ ആന അങ്ങോട്ട് തെളിച്ചു. പിന്നെ നമുക്ക് കയറി ആന ഉണ്ടാവില്ല. ഏതാ ആനയാലും ഞാൻ മുട്ടു. ഇവർ കുറച്ച് കഴിഞ്ഞാൽ പോയി. അപ്പോൾ ഇത് നിൽക്കുന്നല്ല, ഞാൻ ഇരിക്കൂല, ആന തല താത്തൂല. ഞാൻ ഇരുന്നാൽ ആന തലാത്തു, ഞാൻ ഇരിക്കില്ലല്ലോ. ഞാൻ മരിക്കാതിരിക്കില്ലേ, നല്ല കാര്യമായി. അതിലാണ് നമ്മുടെ ആനകളൊക്കെ ഒറ്റ നില നിൽക്കണതേ. എല്ലാവരും കുറേ പോവും, ഞാൻ നിൽക്കുന്നല്ലേ. നമ്മുടെ വരലെപ്പോഴും കളിച്ചുകൊണ്ടാണ്, വീണ വായിച്ചുകൊണ്ടാണ് കൊമ്പത്തുള്ള കളി, അല്ലേ വടിയുമുള്ള കളി. അതൊക്കെ ആനയ്ക്കറിയാം ഏത് രൂപമാണുള്ളത്. അല്ലാണ്ടപ്പോൾ ഒറ്റ നിലവ് നിൽക്കൊന്നുമില്ല. ജനങ്ങൾക്കത് ഒരു ത്രില്ലാക്കി കൊടുത്തെന്ന് മാത്രം. പിന്നെ ആനകൾക്ക് സർവീസാണ്. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെ ആനകൾക്ക് ശീലമായി. പിന്നെ ആൾ നിന്നടങ്ങി ഒറ്റ നിലവ്.
ആ പപ്പനായ വൈക്കത്ത് പോയിട്ട് പെട്ടില്ലേ അവർക്ക് തല താത്താൻ പറഞ്ഞ ആനയെ കൊമ്പ് പിടിച്ച് അപ്പം പൊന്തിക്കല്ലേ. ആ എന്നാണെങ്കിൽ പരിപാടി തന്നെയല്ലേ. പിന്നെ ആന എവിടെ ചെന്നാലും പിന്നാക്കല്ലൊക്കെ മുമ്പാക്കാൻ തന്നെ, എവിടെ ഒഴിവാക്കില്ല. മെയിൻ പൂരങ്ങളൊക്കെ പൂരങ്ങൾ തന്നെ. തൃശ്ശൂർ കണിമംഗലം, പിന്നെ ഊത്രാളി വടക്കാഞ്ചി തെറ്റിനായിരുന്നു വിളിച്ചത്. രാത്രി പൂരം കോലം കയറ്റില്ല. തൃപ്പൂണിത്തറ പോയിട്ട് തൃപ്പൂണിത്തറ എന്നാ മാതിരി കുന്നംകുളം ഏരിയയിലുള്ള പൂരങ്ങൾ മുഴുവൻ കംപ്ലീറ്റ്. അത് അയ്യപ്പനായിട്ട് മത്സരിച്ചല്ലേ, ഇളമുറത്തമ്പുരാൻ പേര് കൊണ്ട്. അത് ഇവര് ഞാൻ ചത്തലൊരു പൂരായിരുന്നു വിളിച്ചിക്കാണേ. ഇവര് വന്നിട്ട് കമ്മിറ്റിക്കാർ വന്ന് ചോദിച്ചോട് അയ്യപ്പനായിട്ട് മത്സരിച്ച് കോലം മേടിച്ച് തരാൻ പറ്റുമോ ചോദിച്ചു. അപ്പം ഞാൻ പിന്നോട് ചോദിച്ചേട്ടാ അത് അയ്യപ്പനാ ഇതാ നിൽക്കുന്നത് ഈ ആന, നിങ്ങളെ ഈ ആനി ഇവിടെ നോക്കിയിട്ട് പറയുന്നോട് കോലം മേടിച്ച് തരാം. ഇതിനും കൊണ്ട് പോയിട്ട് അതിനോട് മത്സരിച്ചിട്ട് മലയോട് കല്ലെറിയാൻ പോയിട്ട് വല്ല കാര്യം ഉണ്ടാവും. ആ ആനോട് ഞാൻ മത്സരിക്കാൻ പോയിട്ട് എന്താ ഇതൊരു കുട്ടിയാനാണ്, അതിനോട് മത്സരിക്കാൻ പോയിട്ട് എന്താ കാര്യം, ഇവിടെ നാണം കേടാൻ എനിക്ക് പറ്റുക പറഞ്ഞു. ഈ പിറ്റ കത്തക്കാരൻ ആനയുടെ ഏറ്റു പോരെ. ആനയേറ്റ പിന്നെ ചെറുതായിട്ട് നമ്മൾ പറ്റുന്ന വരെയാണ് കഴിവ് കാണിച്ചോ. അപ്പം ആനയ്ക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് മനിക്കിനെ മുറ്റത്തിട്ട് ട്രെയിനിങ് ഒരാഴ്ചയാണ് കൊടുത്തു. പിന്നെ ആനയ്ക്ക് ട്രെയിനിങ് എന്താണുള്ളത്, അവിടെ കൊണ്ടുപോയി നിർത്തി. അവിടെ ആന തൊടാനും ഒന്നും മുണ്ടാൻ പറ്റില്ല. ആന നിൽക്കണം, സ്വയം നിൽക്കണം ഒരു 10 മിനിറ്റ്. അത് അയ്യപ്പനാ അന്ന് കാവടി നാരായണ. അപ്പോൾ നമ്മളിവിടെ നിന്ന് എല്ലാ ട്രെയിനും കേട്ടില്ല പോണത്. എനിക്ക് മനസ്സിലായി ട്രെയിനിനെ കാണിക്കുമ്പോൾ അങ്ങനെ നിന്നൊരു 10 മിനിറ്റ് ഭയങ്കര പ്രശ്നമായി. അപ്പം അയ്യപ്പനാട്ടിൽ കേട്ട ഞാൻ നിൽക്കണത് പ്രശ്നമായപ്പോൾ ടോക്കിടാൻ എന്നാ ടോക്കിട്ടപ്പോൾ ഞാനിക്കുന്നത്. കാരണം ഒരു സത്യമുണ്ട്, ആന ഞാൻ മുമ്പ് നോക്കുമ്പോൾ ഇത്രയ്ക്ക് മാറ്റാൻ നിൽക്കണേ അയ്യപ്പനാട്ടിലല്ലേ. ഇങ്ങനൊക്കെ അല്ലേ ഇതിങ്ങനെ അമരനെ ചവിട്ടി കൂട്ടി ഇങ്ങനെ നിൽക്കുന്നില്ല അങ്ങനെ ആക്കിയിട്ട്. കാരണം ഇവിടെ കൈ തോർത്തിങ്ങനെ വീശുമ്പോഴേക്കാണ് അവിടെ നടയാൻ വലിച്ച് ഊന്നി നിൽക്കണേ. തോർത്തിങ്ങനെ ചുട്ടിട്ട് വീശുന്ന വല്ല ഞാൻ തോർത്തിങ്ങനെ വീശും വിശക്കല്ലേ, അങ്ങനെ വീശും. കടുപ്പം തോടുന്നോറും ആന ചാടി കയറിയുള്ള അപ്പം എന്താ ചക്ക മനുഷ്യരെ ഇളമരത്തമ്പരാന്നുള്ള കിട്ടി. അതെ. പിന്നെ ആണെങ്കിൽ നടക്കി കയറി മുമ്പുണ്ട്, വരുമ്പോണ്ടാണെങ്കിൽ വലത്താണെങ്കിൽ കയറി. പിന്നെ ഞാൻ പോന്നപ്പോൾ എനിക്ക് എൻ്റെ പേരിൽ ആക്കിയത്, പക്ഷെ പണ്ട് കാലം ഞാൻ പോകേണ്ട കൊല്ലം എത്ര ആൾ മാറി ആനയെ കാണണം. ആൾക്കാരുടെ ഉദ്ദേശം എന്താ വെച്ചാൽ രാവിലെ കയറില്ല എങ്ങനെ നിൽക്കേണ്ട വെച്ചാൽ ഇവർ അതിനെ തല്ലും. ഒരാൾ രണ്ടാളെന്നല്ല ഈ ആന ഒരു കൊല്ലം കയറി ഇത് മാറിയിട്ടേ 8-9 ആൾ ആന മാറി കയറി. ഞാൻ നിൽക്കുമ്പോൾ ആന നടക്കി നീര് വന്നാലും ആരും അറിഞ്ഞിരുന്നില്ല. ഞാനത് തുടച്ച് മാറ്റിയിരുന്നു. പിന്നെ ഞാൻ പോന്നിട്ട് ഇവര് മറ്റുള്ളവർ ആന അഴിച്ച് എന്നൊന്നും ആൾ മാറില്ല. ഡ്രൈവർ സ്കൂളായിരുന്നു ഞാൻ പോകാനായിട്ട് ഒക്കെ അവിടെ ആനക്കാരനെയായിരുന്നു പറഞ്ഞാൻ്റെ. അതിനൊരു വടിക്കുമ്പോൾ തല്ലേണ്ട ആവശ്യമില്ലാത്ത ആനയാണ് ഈ പറഞ്ഞാന. എഴുതി കൊടുത്താൽ വായിച്ചതാണ്. അത്ര ചട്ടോട്ടടിച്ച് ഉറപ്പിച്ചെടുത്താൻ വേറെ ആൾ കൈമാറിയിട്ടല്ലോ. ഞാനാകുമ്പോൾ ആനയെ ഒന്ന് ഉടക്കി പോന്നു. പിന്നെ രണ്ടാമത് തന്നെ വിളിച്ചുകൊണ്ടേതാ ആന നിലവും കാര്യങ്ങളൊക്കെ പോയിട്ട് ഞാൻ ചേലൂരാനെ അഴിച്ചിട്ട് മാറ്റി. എന്നിട്ട് ആന നിലവൊക്കെ പോയി രണ്ടായിരം വിളിച്ചു കൊണ്ടുപോയി വന്നു. എസ്കരിക്കാണ് രണ്ടായിരം വിളിച്ചുകൊണ്ടേ വന്നു. പിന്നെ ഒന്ന് 2 കൊല്ലോ 3 കൊല്ലത്തെ. പിന്നെ അവള് ഞാൻ നിലവൊക്കെ കാര്യങ്ങളൊക്കെ ഉറച്ചല്ലോ. പിന്നെ ഞാൻ കാശ് മേടിച്ചു വരുന്നു. 2 പോയപ്പോൾ 1 ലക്ഷം ഉറുപ്പ് വേണം പറഞ്ഞു. 1 ലക്ഷം ഉറുപ്പ് മേടിച്ചു. എൻ്റെ മകളുടെ കല്യാണം തരാമെന്നും പറഞ്ഞു. എന്നാൽ പോയിട്ട് അഴിച്ചല്ലേ ഞാൻ പൂല. ഞാൻ കാശൊന്നും ഒരു പൈസ കൊടുക്കാനില്ല കേട്ടോ. പോരുമ്പോൾ ഒരു ചില്ലറന്നല്ല ഞാൻ പപ്പനാനെ അഴിച്ചപ്പോൾ കൊണ്ടുകൊടുക്കുകയും ചെയ്തു. രാമനേട്ടാ പിന്നെ മറ്റേ ഇളവാദിക്കല സംഭവം എന്ന് പറയാം. അത് അല്ല എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റി ഒന്ന്
കൊല്ലം പറഞ്ഞില്ല പിന്നെ എന്തിനാ എനിക്ക് അങ്ങനത്തെ ഒന്നും ആ ജാതി വർത്താനം എന്തിനാ പറഞ്ഞത്? ഇല്ല, അതെല്ലാ വീഡിയോയിലും ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ആൾക്കാർക്ക് ഇത് അറിയാനൊരു ശരി, അതൊക്കെ ഒരു അപ്പൊ അത് ഞാൻ ചെയ്തുന്നായില്ലേ. എല്ലാവർക്കും അറിയാലോ നിങ്ങൾ ചെയ്തത്. അതിപ്പോ അവൻ പറഞ്ഞാൽ പോലെ പിന്നെ എന്താ ഞാൻ പറഞ്ഞു. അവൻ പറഞ്ഞ ഞാൻ ചൊന്ന അത് ഒരു കാലത്ത് ഞാൻ പറഞ്ഞില്ല, പിന്നെ എന്തിനാക്കെ പറഞ്ഞു. എന്താപ്പാ അതൊക്കെ പറയുന്നത്? അല്ല അതൊക്കെ കേൾക്കാന്നല്ല. ഞാൻ ആന എടുന്നുള്ളിച്ചാണ്, 3 ആന എടുന്നുള്ളിച്ചാണ്. കൊല്ലം ഇടത്തേക്ക് പ്രാർത്ഥന എടുന്നു, കൊല്ലം ഇടത്തേക്ക് കൂട്ട്, കൊല്ലൻ്റെ ആന. പ്രകാശൻ വലത്തേക്ക് കൂട്ട്, ഇടുങ്ങിയ സ്ഥലമാണ്. അപ്പം ഞാനപ്പാണ് ചെന്നിട്ടുള്ളൂ. വീട്ടിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഷർട്ട് മുളക് മാറ്റി അപ്പാണ് അങ്ങനെ ചെന്നിട്ടുള്ളൂ. ചെന്നിട്ട് ഞാൻ നിൽക്കുമ്പോൾ അമ്പലത്തിനോട് കയറുന്നതാണോട്. അല്ല, ഞാൻ കൂറ്റിനടുത്ത് തന്നെ പിന്നാലുണ്ട്, പക്ഷെ ഞാൻ ആദ്യം കയറിയിട്ടില്ലാണോ. അപ്പം അങ്ങനെ അമ്പലത്തിനടി കയറുന്നതിൻ്റെ അവിടെ നിന്ന് മേടം പഞ്ചവാദ്യം താളവട്ടം കൂട്ടുക. അപ്പോൾ കൂടുതലും പറഞ്ഞില്ല, അവരുടെ ഞാൻ ചാവടിക്കട്ടെ അങ്ങോട്ട് കയറിക്കും പറഞ്ഞു. അങ്ങനെ അങ്ങനെ കയറുന്നു. അപ്പം ഞാൻ ഈ പഞ്ചവാദ്യം ശ്രദ്ധിച്ച് ഇങ്ങനെ നിൽക്കാൻ മുമ്പിൽ അച്ചറില്ലാത്ത ആനമല്ല, ശ്രദ്ധിക്കാമല്ലോ. അതിലിടയ്ക്കാണ് അമ്മയെന്നുള്ളൊരു വിളിയാണ്. എന്തായി തിരിഞ്ഞ് നോക്കിയതാ. നോക്കുമ്പോൾ രാമകൃഷ്ണൻ തട്ടിട്ട് കുത്തനാ. അടിച്ചോട് കൂടി ഇപ്പം വീണാന്ന് മുമ്പിൽ. എനിക്കപ്പം ഒന്നും നോക്കിയില്ല. എൻ്റെ അടുത്ത് പഠിക്കാൻ പറ്റുള്ളൂ, തോട്ടിയൊന്നും നോക്കില്ല, ഒന്നും നോക്കിയില്ല. പോയി ഒരു പുറന്ന് കണക്കായിട്ടൊരു കൊട്ടു കൊടുത്ത് ഞാൻ. അത് എൻ്റെ കുറ്റം കൊണ്ട് എവിടെയും കേടൊന്നും വന്നില്ല. അങ്ങനെ ചാടി പോയി വിട്ടു. അയാൾ ഇവനെ ഒഴിവാക്കിയാനാ. ആദ്യം എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്, എനിക്കറിയില്ല. കൊടുത്ത് ഞാൻ ഒരു പൂജ, അത്രേ ഉള്ളൂ. അല്ല അവൻ പറഞ്ഞാണ്. ഇപ്പം നമുക്കിതൊന്നും അറിയില്ല, അവനങ്ങനെ ചെയ്തും അറിയില്ല, എനിക്കറിയില്ല. അന്ന് അത് നോക്കാൻ നേരമില്ല. കാരണം ഒരുത്തൻ കൊമ്പ് കിണ്ടിയോട്ട് കിടന്ന് പിടയാണ് അമ്മയെന്നുള്ളത്. എൻ്റെ കണ്ണിനോട് എൻ്റെ കണ്ണിനോട് അങ്ങനെയൊന്നും ഒരാളെ ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. കാരണം പിന്നെന്താ വെച്ചാൽ അവൻ്റെ ആയുസ്സും നമ്മുടെ സമയവും അവൻ്റെ സമയം കൂടി നോക്കണം. അല്ലാതെ നമുക്ക് ചെയ്യാൻ എത്തിയെന്ന് വരില്ല. ഇതിന് സാധനം എൻ്റെ തോട്ടിയും കൂടി ഇല്ലെന്ന്. പക്ഷെ ഞാൻ ഒരു അട്ടി കൊടുത്തു എനിക്ക് സത്യ. പക്ഷെ ഞാൻ കണ്ണാണോ കാലാണോ കയ്യാണോ നോക്കിയിട്ടുള്ള ഒരു അട്ടിയാണെങ്കിൽ കൊടുത്തു. ഉദ്യോഗസ്ഥനെ അടിച്ചത്. പക്ഷെ പഠിക്കുമ്പോൾ അവിടെ തന്നെ വീണതും കണ്ണൊന്നും പോയില്ല. രാമകൃഷ്ണൻ പറഞ്ഞു കൊടുത്തിട്ട്. അല്ല, അതുകൊണ്ട് അവൻ്റെ ശരിക്കാണ്ട് വീട് തന്നെയാണ്. ഒരു ഇത്ര വ്യത്യാസമുള്ളതാണ് നെഞ്ഞത്ത്. അങ്ങോട്ട് വയ്ക്കാം. ഞാൻ പാതാണ്ട് കിടത്തത് കൊണ്ട് കൊട്ടത്തൊരു പൂച്ച. അതെന്തൊക്കെ ഉണ്ടായോ ആന പോന്നും പറഞ്ഞിട്ട് ചാടി പോണ കൊണ്ട് അത്രയ്ക്ക് അറിയും. പിന്നെ അതിനെ ഉടക്കോടെ തള്ളിയിട്ട് ഞാൻ കൂട്ടിയില്ല. 3 ആൾ പോകുന്നു. അവിറ്റൊക്കെ ചാടിച്ചു. ആന കുട്ടിയാൻ. പിന്നെ നോക്കുമ്പോൾ വാർത്താൻ്റെ മുഖത്തായെന്ന് കാരണമാണ്. അപ്പോൾ നമ്മളെ പാമ്പാടിയാണ് അന്ന് ഷാജന പാമ്പാടിയാണ് തോട്ടി കൊടുത്തു ഒരാൾ. ആരുമില്ല, കൂറ്റിനാൾ ഡ്രൈവർ നാരായണൊക്കെ കൊടുത്തായിരുന്നു. ഇതിൻ്റെ തോട്ടിയൊന്നുമില്ല. അത് കിട്ടിയത് കൂട്ടിട്ട് വെട്ടു കൊടുത്ത് അവിടെ വീണാണ്. അവിടെ റോട്ടിലാണ് പോകും. ആന വീണപ്പം എൻ്റെ പൊന്നേക്ക് എത്ര ആളെ എൻ്റെ പുറത്തൊരു ഉടക്കാം. അത് വേറെ ഒരു മനുഷ്യൻ്റെ തോട്ടി കൊടുത്താൽ ഒരാളില്ല. അങ്ങനെ വീണോട് ആ റോട്ടിലാണ് വീഴ്ത്തിട്ട് ഞാൻ. അപ്പം പിന്നെ ഇഷ്ടം പോലെ ആൾക്കാർ ഉടക്കാം. ഓ, പിന്നെ അവരല്ലേ പാപ്പന്മാർ. അപ്പം അമ്മാരിയാണ് ആനപ്പണി പറയാം. ഓക്കെ, തല്ലുള്ള ചേട്ടൻ്റെ കാശ് കളിക്കാൻ ഇതിലെ ചെയ്ത വീണ് ആന ഒന്നും അങ്ങോട്ട് കിട്ടില്ല. ചീര ഒരു മിടുക്കന്മാരായി. ഇല്ലെങ്കിൽ ആരും വലിയ ഓട് തന്നെ. 5 ആന ആനക്കാരുടെ തട്ടി ഇന്നെ തട്ടിട്ട് കൂത്തണ ചെനക്കത്തിൽ പോയത് ഗണേശനാന. ഗ്രാങ്ങാട് തലേസാന വരാൻ തട്ടിട്ട് കൂത്തി. അവിടുന്ന് പത്രം കൊടുത്ത ആനയച്ചു
ജനക്കുതിർ പകൽപ്പൂരം അങ്ങനെ തലകെട്ടടിക്കാൻ 5 ആനുണ്ട്, 4 ആന വേറെയുണ്ട്. ഞാനുണ്ട് 5 ആനുണ്ട്. ഞാൻ മന്ത്രടുത്ത് മണിക്ക് വിറ്റത്തിട്ട് 5 ആൻ്റെ 4 ആന ചങ്കുറ്റെങ്കിൽ ഞാൻ അന്നൊരാളെയും കണ്ടില്ല. ഒരാൾ വിലക്കാനുണ്ടായില്ല. ഇന്ന് ഇവരൊക്കെ ഞാൻ തട്ടി പറഞ്ഞ് ഇട്ട് നോക്കുമ്പോൾ ഒരാളും ഇല്ല. എൻ്റെ ആയസിൻ്റെ വരുമ്പോണ്ടിക്കൊന്നും പറ്റില്ല. ഒന്നും വേണ്ടെന്ന് ഒരു കല്ലിൽ തന്നെ ഇവിടെ ആന പോയി എവിടെയും പിടിച്ചു കേട്ടല്ലേ വീടിയൊക്കെ ഒരാൾ പോയാലോ. അപ്പം എല്ലാവരും അവനവൻ്റെ ശരീരം നോക്കുക. എൻ്റെ അനുഭവത്തിൽ വേറെ കണ്ടോട് വന്നു. ഞാൻ 2-3 ആളെ രക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഇത്തിരി ചങ്കൂറ്റും ചോരത്തളപ്പുള്ള കണ്ണുകൊണ്ട് നിൽക്കില്ല. ഒരുത്തൻ പിന്നെ ചങ്കൂറ്റില്ലാത്ത ഓടാനുള്ള പാകില്ലല്ലോ. ഒരു കല്ലെടുത്ത് ഒരു നോക്കാലോ. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒച്ചമൊളി പിന്നെ കൂട്ടിയാൽ ആന ഒന്നും വെട്ടിത്തിരിയില്ലേ. ഓട് ഒരു ആനക്കാരൻ തട്ടിട്ട് കുത്തുമ്പോൾ ഓടുക പറഞ്ഞാൽ അവൻ്റെ ഒന്ന് ആലോചിച്ച്. അപ്പം അതാണ് ആനക്കാരുടെ പവർ. അതൊക്കെ നമ്മുടെ അനുഭവമാണേ. 4 ആന ആനക്കാരിൻ്റെ ഇവരെ ആന കൊണ്ടൊക്കെ കഴിഞ്ഞാൽ പോയാൽ ഇന്നെ എന്നാണ് തട്ടിട്ട് കുത്തുമ്പോൾ ഗ്രാഹട്ടവനാണ് ഇന്നെ വന്ന് ആനയെ വരക്കണം. അപ്പം എല്ലാവരും സത്യം ഞാൻ പോയിരുന്നു തന്നെ. കാരണം എൻ്റെ ചത്തൊന്നുമില്ലേ. ഞാനും നാവിറങ്ങിപ്പോയി മാറ്റാതിൻ്റെ ഇന്നെല്ലാം ചെയ്തത് ഞാൻ ശ്രദ്ധിക്കണം. ഞാൻ വെള്ളം കുടിക്കാം. 8 മക്സാനാണ് കടക്കനും കടന്നാണ്ട് വീണാണ്. അപ്പം എന്താണ് ചെയ്യുന്നത് ചിന്തിച്ചാൽ നോക്കുമ്പോൾ കിട്ടിയത്. പിന്നാണെങ്കിൽ അവിടെ എന്ത് പാപ്പാന ഒന്ന് വിലക്കാക്കി പറ്റണം. ഞാനും സ്തംഭിച്ചേ. അതിലില്ല എന്നിങ്ങനെയൊക്കെ ഞാൻ രക്ഷപ്പെട്ടു. തമ്പുരാൻ 2 വിലക്കിൽ വിലക്കിയത് ആനയാനയാണ്. പിന്നെ 3-ാം തമ്പുരാന്നാവുന്നില്ല ഇപ്പോൾ ചോദിച്ചത്. ഈ 4 ആന ആനക്കാരുണ്ട് അവിടെ. ഒരാളെങ്കിലും ഒന്ന് വിലക്കണ്ടേ. ഒരാളും വിലക്കില്ല. ആരെങ്ങനെയാണ് പറയാ. ഈ പണിയിൽ ആനപ്പണിയിൽ ലേശം ചങ്കൂറ്റും ചെത്ത് ചങ്കുറപ്പും വേണം. എന്നാലും നമുക്ക് ആ പണിയിൽ വിജയിച്ച് പോരാൻ പറ്റും. വലിയ കുഴപ്പമില്ലാതെ നമ്മളൊരു ആന തെറ്റിച്ച് നമ്മൾ കൈകാലം മറിച്ച് അങ്ങോട്ട് അല്ലായിരുന്ന പിന്നെ എന്താ ചെയ്യുക. എന്ത് തെറ്റിയാൽ ഞാൻ ആന വിട്ട് പോയില്ല. ഞാൻ അവിടെ നിന്ന് കെട്ടിത്തീരുള്ളൂ. അതിൻ്റെ ശരീരം കാക്കണം. അത് വേറെ കാര്യം. നമ്മുടെ മേത്ത് ഇരുമ്പൊന്നുമല്ലോ, ശരീരം തന്നെയല്ലേ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളെ. ആരും ഒരാൾ വിലക്കില്ല എന്നുള്ള ആനക്കാർ. കാരണം അവർക്ക് അറിയൂല. അവർക്കത് പേടിച്ചിട്ട് ചെയ്യണ ആനക്കാർക്ക് ചങ്കൂറ്റുള്ളതും ചെയ്യും. അതിന് ചങ്കൂറ്റും കൂടി വേണം. ഇത് മനസ്സാക്ഷിയും വേണം. അല്ല എൻ്റെ അടുത്ത് ഞാൻ അധികം ഉണ്ടാക്കിയിട്ടില്ല. ഏറ്റവും ലാസ്റ്റ് ഉണ്ടാക്കിയ പറവനെ അതിനെ പറഞ്ഞ കാര്യമില്ല. അതിൻ്റെ സമയം അതാണ്. എന്നാലും ശരി ഞാൻ ഇപ്പം മുളയെ തെറ്റി ഒരാൾ അറിഞ്ഞില്ല. അതിനെ പിടിച്ച് കൊടുത്ത് വേഗം വണ്ടി കയറ്റി അതിനെ പറമ്പ് കൂടെ നോക്കി. എവിടെ തെറ്റിയാലും ഞാൻ അപ്പം കൊണ്ടുവരാൻ അവിടെ നിന്ന് അവിടെ എടുത്തില്ല. ഞാനെ ഇനിയിപ്പോൾ സ്ക്രാച്ച് അടിച്ചാൽ ശരി. ഞാനപ്പം സ്ക്രാച്ച് അടിക്കണം ആന കയറ്റി വണ്ടി കയറ്റി പോകുന്നു. സ്ക്രാച്ച് അടിക്കുക പിടിച്ചാൽ കഴിഞ്ഞാൽ തൊട്ടാൽ മതി. അപ്പം കയറ്റാൻ വണ്ടി ഞാൻ സ്ക്രാച്ച് അടിക്കണം മതി. ആദ്യം ഉണ്ടായിരുന്ന പിന്നെ പപ്പനാനെ എന്നെ ചെയ്ത അന്ന് ഒരിക്കാൻ. അതാണ് എൻ്റെ കണ്ടീഷൻ. അങ്ങനെ വന്നാൽ എന്നെ ചെയ്താണ്. എന്നെ എന്നാണ് ചെയ്തു മനസ്സറിഞ്ഞാൽ എന്നെ ചെയ്ത അന്ന് എനിക്ക് ഒരിക്കും. അല്ലാതെ ചെയ്യില്ല തന്നെ. എന്താണ്ടോ ഞാൻ ആരെങ്കിലൊക്കെ ഓടിച്ചാൽ കയ്യിൽ നിന്ന് പോകുന്നല്ലാണ്ട് എന്നെ ചെയ്യില്ല. ഇവിടുത്തെ തരില്ല. ഇത്രേ ഉള്ളൂ. പക്ഷെ എന്നാണ് അറിഞ്ഞ് ചെയ്താൽ ശരിക്കും എനിക്ക് ഒരിക്കും. അങ്ങനെ വന്നിട്ട് എന്നെ ചെയ്തിട്ടുള്ളൂ ഇത്രയും കാലം. അപ്പം ഞാൻ കണക്കായിട്ടാണ് നിൽക്കുള്ളൂ. കിട്ടാനുള്ള പണി ഞാൻ കൊമ്പത്തുനിന്ന് കയറി കളിക്കില്ലായിരിക്കും. ഞാൻ ലാരിയൊക്കെ എന്നാ വന്നേ. ഞാൻ ലാരിയൊന്നും
അങ്ങനെ കയറ്റി ഈ കുംഭമാസമായ ആന വണ്ടിയിലാണ് കയറ്റുന്നത്. പിന്നൊക്കെ ഒരു 30-35-40 കിലോമീറ്ററൊക്കെ വഴിയടിക്കും. പിന്നെ തിരുവാണിക്കാവ് ആനയുടെ കേസൊന്നും രാമചേട്ടൻ പറയും. രാമചേട്ടൻ നിന്നിട്ടുള്ളതല്ലേ? ഞാനതിൽ നിന്നില്ല. ഒരു 5-6 മാസം അത് ഇവിടെ കുമ്പിടി മേൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ. അത് തിരുവാണിക്കാവിലല്ലായിരുന്നു? അല്ലല്ല, ആന ഇവിടെ ഇവിടെ ഉണ്ടോ മേൻ്റെ അടുത്തായിരുന്നു. ആന അന്ന് എങ്ങനെയായിരുന്നു? അന്നാണെങ്കിൽ ഒഴിച്ചു പോക്കുണ്ട്. അന്നാണെങ്കിൽ ഒഴിച്ചു പോക്കാ. ഇപ്പം എനിക്ക് അന്നിങ്ങനെ വഴക്കൊന്നാണ്. എനിക്ക് ഓടിപ്പോക്കെ ഉള്ളത് കുട്ടികൾ. ഓടി കയ്യിൽ നിന്ന് പോകും, വെള്ളത്തിൽ കളിക്കും ചെയ്യും. അതാണ് ഇപ്പോഴെല്ലാം ഈ വഴക്കും കാര്യങ്ങളും. ഒന്നാമത് ഈ ആനയൊക്കെ സംബന്ധിച്ച് ഈ ആനക്കാർ മാറിയിട്ടാണ്. ഒരു സ്ഥിര ആന, ഇങ്ങനത്തെ ആനയുള്ള ഒരു സ്ഥിര ആനക്കാരമാണ്. എന്നാൽ ആനൻ്റെ കാര്യം ആനക്കാരനറിയാം, ആനക്കാരനെ ആനയ്ക്കറിയാം. പിന്നെ അതുമ്പിലധികം താമസന അനിയനായരാണ്. അയാൾ ആനയമ്പല ആനക്കാരനായതാണ്.